നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം മുതൽ ക്രൈസ്തവരിൽ ഒരു വിഭാഗം BJP അനുഭാവികളായി മാറിയിരുന്നു. അത് ഇവിടുത്തെ ജിഹാദികളുടെ വർഗീയ കടന്നുകയറ്റങ്ങൾ കൊണ്ടും പിന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വവും രാജീവ് ചന്ദ്രശേഖറും നടത്തിയ ചില നീക്കങ്ങളുടെ ഫലമായിട്ടായിരുന്നു. അതിനാൽ തന്നെ ക്രിസ്ത്യാനികളുടെ നല്ലൊരു ശതമാനം വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJPക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ അതിരുകടന്ന ഇസ്ലാമിക പ്രീണനവും ക്രൈസ്തവ അവഗണനയും ധിക്കാരവും ഭീഷണിയും പ്രത്യേകിച്ച് പാലാ പ്രശ്നം, മുനമ്പം തുടങ്ങിയ പ്രശ്നങ്ങൾ ക്രിസ്ത്യാനികളെ സഭാ നേതൃത്വത്തെ ഇടതുമുന്നണിക്കെതിരെ തിരിച്ചു. ഈ അവസരത്തിൽ കോൺഗ്രസുമായി അകന്നു നിന്ന സഭാ നേതൃത്വവും വിശ്വാസികളും BJPയോട് കൂടുതലെടുത്തു. ഇടതുമുന്നണിയുടെ അതിരുകടന്ന ഇസ്ലാമിക പ്രീണനം കൊണ്ട് മനമെടുത്തവരുടെ വോട്ടുകൾ മാത്രമല്ല, കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടി BJPക്ക് മറിയുമെന്ന് മനസ്സിലാക്കിയ VD സതീശൻ കുറച്ചു മെത്രാന്മാരെ കണ്ട് അവരെ കയ്യിലെടുക്കുന്നു. കോൺഗ്രസ് അനുകൂല പ്രസ്താവന ഇറക്കിപ്പിച്ചു. അതുകൊണ്ടാണ് PC ജോർജും ഷോൺ ജോർജും ഒക്കെ സഭയ്ക്കെതിരെ പറയേണ്ടി വന്നത്. അവർ മെത്രാന്മാരുടെ ആഹ്വാനം സ്വീകരിക്കാതെ വോട്ട് നൽകിയ ക്രിസ്ത്യാനികളെ മറന്ന് അവർക്ക് കിട്ടിയ ക്രൈസ്തവ വോട്ടിന്റെ പിൻബലം എത്രയെന്ന് പോലും ചിന്തിക്കാതെ മെത്രാന്മാർ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു, അതിനാൽ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയില്ലെന്ന് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അവരെ കേട്ട എല്ലാവരും അത് വിശ്വസിച്ചു. കുറച്ച് മെത്രാന്മാരെ കേട്ട വിശ്വാസികൾ കോൺഗ്രസിന് വോട്ട് ചെയ്തെന്ന്. കാലുവാരി മെത്രാന്മാരെ കേട്ട് BJP വോട്ടുകൾ നഷ്ടപ്പെട്ടത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവൂ. പാലായിലെ വലിയ സഭാവിശ്വാസികൾ പോലും BJPക്ക് തന്നെയാണ് വോട്ട് ചെയ്തതെന്നാണ് അറിഞ്ഞത്. ശരിക്കും ഷോൺ ജോർജ്, അനൂപ് ആന്റണി തുടങ്ങിയവർക്ക് ഈ ഇലക്ഷനിൽ കിട്ടിയ വോട്ടുകൾ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യാനികളുടെ വോട്ടുകളാണെന്നും BJPക്കാരായ ക്രിസംഖികൾ അവകാശപ്പെടുന്നു. VD സതീശൻ മെത്രാന്മാരെ മെരുക്കി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ രമേശ് ചെന്നിത്തല പരന്ന ഭൂമിയെ ഉരുട്ടിയും മറ്റു പലരെയും സുഖിപ്പിച്ചും തന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. പിണറായി വിരോധം കൊണ്ട് വിജയിച്ചതാണ് കോൺഗ്രസ് വിജയമെന്ന് അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണം. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് നേതൃത്വം മുന്നറിയിപ്പ് നൽകണം. സാധാരണഗതിയിൽ ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾ ചേർന്ന് തങ്ങളിൽ ഒരാളെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയാണ് പതിവ്. എന്നാൽ കേരളത്തിൽ വിജയിച്ച 62 കോൺഗ്രസ് MLAമാരോടും AICC പ്രതിനിധികൾ നേരിട്ടെത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ നോമിനേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ 48 പേരും പറയുന്നത് തങ്ങളിൽ ഒരാളല്ലാത്ത, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാളെ നേതാവാക്കണമെന്നാണ്. തെരഞ്ഞെടുപ്പിനെ മുൻപിൽ നിന്ന് നയിച്ചവരും അണികളിൽ ആവേശം പടർത്തിയവരും നിയമസഭയിൽ എത്തിയവരുമായ നേതാക്കൾ ഇവിടെ തന്നെയുണ്ട്. അവരൊന്നും ഈ സ്ഥാനത്തിന് യോഗ്യരല്ലെന്നാണോ ഈ 48 പേരും കരുതുന്നത്? അതോ പണം നൽകിയതും സീറ്റ് നൽകിയതുമാണോ നേതാവാകാനുള്ള ഏക മാനദണ്ഡം? VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഈ സ്ഥാനത്തിന് പ്രാപ്തരല്ലെന്നും അവരിലും യോഗ്യൻ KC വേണുഗോപാൽ തന്നെയാണെന്നുമാണ് അവരുടെ ഉറച്ച വിശ്വാസമെങ്കിൽ അതിൽ ലജ്ജിക്കാനേ നിവൃത്തിയുള്ളൂ. UDFന് 102 സീറ്റുകൾ നൽകിയ വോട്ടർമാരുടെ താല്പര്യത്തെ പാടെ അവഗണിച്ച് ജനവിധി തേടാത്ത ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ ഈ ജനപ്രതിനിധികളെ പ്രേരിപ്പിക്കുന്നത് എന്ത് ഘടകമാണ്? തങ്ങളുടെ സമ്പത്തും അധികാരവും ഉറപ്പിക്കാൻ KC വേണുഗോപാലാണ് നല്ലതെന്ന തിരിച്ചറിവാണ്. എങ്കിൽ അവിടെയാണ് വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത്. സമ്പത്തും അധികാരവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് നേതാക്കളെ സ്വാധീനിച്ച BJP ഇന്ന് കേരളത്തിൽ 3 MLAമാരുള്ള കക്ഷിയാണ്. നാളെ BJPയിൽ നിന്ന് ഇതിലും മികച്ച ഓഫറുകൾ വരുമ്പോൾ അത് സ്വീകരിക്കാൻ ഇവർക്ക് മടിയുണ്ടാകില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? സ്വന്തം നിലപാടുകളെക്കാൾ വോട്ട് ചെയ്ത ജനത്തിന്റെ താല്പര്യത്തെക്കാൾ അധികാരത്തോടുള്ള ഈ അമിത വിധേയത്വം ജനാധിപത്യത്തിന് ഒട്ടും ഗുണകരമല്ലെന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ.